ഇത്തരം വാർത്തകൾക്ക് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് ഇപ്പം എൻ്റെ മുൻപിലുള്ളത് മേയർ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞ, ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരോട് DCC നേതൃത്വം, KPCC നേതൃത്വം, അതിന് മുകളിലുള്ള ലീഡർഷിപ്പ്, അവരോടാണ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാണെന്നാണ് ആരോപണം. KC ഗ്രൂപ്പ് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് നിങ്ങളെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇവിടെ 1999 മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ്. 2000 കിഴക്കുംപാട്ടര സീറ്റ് തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ 2025, അതിനിടയിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴുള്ള DCCയുടെ ജില്ലാ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ കീഴിൽ ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് 2004 മുതൽ 2007 വരെ ജോലി ചെയ്തിരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. 2007 മുതൽ 2009 വരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റായിരുന്നു. T. സിദ്ദിഖിൻ്റെ കമ്മിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്നേരം ചാർജ് തന്നിരുന്ന ജില്ല മലപ്പുറം ജില്ലയായിരുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്ത് വർക്ക് ചെയ്ത് സംസ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2009 മുതൽ 2014 വരെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്തും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്തും മഹിളാ കോൺഗ്രസിൽ വിവിധ ജില്ലകളിൽ ഉത്തരവാദിത്തം നൽകി അതെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ 2011 ഒല്ലൂര് നിയമസഭാ സീറ്റിൽ എന്നെ പരിഗണിച്ചു എന്ന് മാത്രമല്ല, 2-3 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം, ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. പിന്നീട് 2014 മുതൽ 2014 ഡിസംബർ മുതൽ ഇന്ന് ഈ നിമിഷം വരെ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ്.